ഗായ്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ക്രൂസ് ഷിപ്പിലേക്കൊക്കെ ജോലി നോക്കുന്ന ആളുകൾക്ക് ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ്. അപ്പം വൺ ഓഫ് ദി ബെസ്റ്റ് ക്രൂസ് ലൈനായ വെർജിൻ വോയേജസിലേക്ക് നിരവധി ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. നിരവധി വേക്കൻസീസ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 42 പൊസിഷനിലേക്കാണ് അവരിപ്പോൾ വേക്കൻസി വിളിച്ചേക്കുന്നത്. അപ്പം ഏതൊക്കെയാണ് ആ പൊസിഷൻസ് എന്നും എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുന്നതെന്നും നമുക്ക് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ക്രൂസ് ഷിപ്പിലേക്കൊക്കെ ജോലി നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലും ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ നമുക്ക് അവരുടെ സൈറ്റിൽ കയറണം. അവരുടെ സൈറ്റ് വെർജിൻ വോയേജസ് എന്ന് പറഞ്ഞാൽ അവരുടെ സൈറ്റാണ്. ഇതാണ് അവരുടെ സൈറ്റ് വെർജിൻ വോയേജസ്. അപ്പം ഇത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് കുറവാണെന്ന് കുറേ പേര് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ നേരെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൽ നേരെ കരിയേഴ്സിൽ പോവുക. ഇതാണ്. അപ്പോൾ ഇതാണ് അവരുടെ ഹോം പേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ കരിയേഴ്സ് അറ്റ് സി എന്ന് പറഞ്ഞുകൊണ്ട് കരിയേഴ്സ് അറ്റ് ലാൻഡ്, അതായത് അവരുടെ ലാൻഡ് ബോർഡ് ജോബ്സാണ് ഇത് കരിയേഴ്സ് അറ്റ് സി. അപ്പോൾ ഷിപ്പിലേക്ക് നോക്കുന്നവരെന്തായാലും ഇത് ചൂസ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മൾ സി ജോബ്സ് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു പേജിലേക്ക് വരും വെർജിൻ കരിയേഴ്സ്. ഇത് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവരുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അത് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇപ്പോൾ അവൈലബിൾ എന്നുള്ളത് കാണിക്കും. അത് നമ്മൾ സി ഓൾ ജോബ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം ഇപ്പോൾ എത്ര ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ വന്നിട്ടുണ്ട്. ഏകദേശം 42 ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ഓപ്പൺ ആണ്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ റെസ്റ്റോറൻറ്റ് ഓപ്പറേഷൻ മാനേജർ, റോക്ക് സ്റ്റാർ മാനേജർ, സാനിറ്റേഷൻ ഓഫീസർ, F&B ഡയറക്ടർ, അതായത് ഫുഡ് ആൻഡ് ബെവറേജ് ഡയറക്ടർ, റോക്ക് സ്റ്റാർ ഏജൻറ്റ്, ബേക്കർ, അങ്ങനെ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. എക്സിക്യൂട്ടീവ് ഷെഫ്, അസിസ്റ്റൻറ്റ് സ്റ്റോർ കീപ്പർ, അങ്ങനെ ഇതിലൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളും നിങ്ങളുടെ എഡ്യൂക്കേഷനും കാര്യങ്ങളും ഇതിലാണ്, അല്ലെങ്കിൽ ഈ പൊസിഷൻസിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏകദേശം ഒരു 1 ഇയർ പ്ലസ് എക്സ്പീരിയൻസ് ഉള്ള എല്ലാവർക്കും ഇത് എലിജിബിൾ ആണ്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ബാക്കിയെല്ലാം നിങ്ങളുടെ CV ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് പോലെയും നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചുതരാം എങ്ങനെയാണ്. ഞാനൊരു ഫുഡ് ആൻഡ് ബിവറേജ് സ്റ്റോർ കീപ്പർ സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് വളരെ സിമ്പിളാണ്. അതിൻ്റെ ജോബ് സമ്മറിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ വരും. ജോബ് സമ്മറിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ്, അതിൻ്റെ ഇതിൻ്റെ എന്താണ് ആ ജോബിൽ ഉദ്ദേശിക്കുന്നത്, എന്താണ് അതിൻ്റെ റോൾസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ ഉണ്ട്. അപ്പോഴത്തേക്ക് ഇതിലത്തെ കീവേഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ CVയിൽ നിങ്ങൾ ഉൾപ്പെടുത്താൻ നോക്കുക. നിങ്ങൾക്കത് കുറച്ചും കൂടി ഷോർട്ട് ലിസ്റ്റ് ആകാൻ കുറച്ചുകൂടി സഹായിക്കും. വളരെ സിമ്പിളാണ്. നിങ്ങളുടെ നെയിം അടിക്കുക, നിങ്ങളുടെ ഇമെയിൽ ID അടിക്കുക, ലൊക്കേഷൻ കൊടുക്കുക, നിങ്ങളുടെ CV ഇവിടെ അപ്ലോഡ് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പോഴത്തേക്ക് ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ മെയിൽ അവർ വരുന്നതായിരിക്കും. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പാവും. ഏകദേശം ഒരു 3 വീക്സാണ് അവർ ഇതിൻ്റെ കാലാവധി പറയുന്നത്. ഇത് ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതാണോ അത് റിജക്റ്റ് ചെയ്യുന്നതാണോ എന്ന് പറയുന്നത്. ഏകദേശം അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡീസും കാര്യങ്ങളും എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ഇൻഫർമേറ്റീവ് ആയിട്ട് വീണ്ടും വരാം. ബൈ.